എപ്പിസോഡിന്റെ ഓപ്പണിംഗ് സീനിൽ ആ സ്ക്വാഡ് അവനാണെങ്കിൽ അവന്റെ കയ്യിലുള്ള സ്ക്വാഡ് വെച്ച് വൈറ്റ് ബിയർഡിന്റെ നെഞ്ചിലേക്ക് അങ്ങനെ കുത്തി ഇറക്കാണ്. ചോര തുളുമ്പി. വൈറ്റ് ബിയർഡ് ആണെങ്കിൽ അങ്ങനെ ഫ്രീസ് ആയിട്ട് നിൽക്കും. അത് കണ്ടുകൊണ്ട് നിൽക്കുന്നവർക്ക് ആർക്കും വിശ്വസിക്കാനായിട്ട് കഴിയില്ല. കാരണം അത് ചെയ്തത് ഒരു ശത്രുവോ നേവി ഓഫീസേഴ്സോ ഒന്നുമല്ല. വൈറ്റ് ബിയർഡ് സ്വന്തം മകനായിട്ട് കാണുന്ന സ്ക്വാഡാണ് അവന്റെ ബോഡി തന്നെ കത്തി ഇറക്കിയത്. വൈറ്റ് ബിയർഡ് സിമ്പിളായിട്ട് അവൻ അങ്ങനെ നോക്കും. ബഗ്ഗി ആണെങ്കിൽ ഉറപ്പിക്കും വൈറ്റ് ബിയർഡ് അടുത്ത അടിയിൽ ആ സ്ക്വാഡിനെ തവിട് പൊടിയാക്കാൻ പോവാണെന്ന്. അവന്റെ തൊട്ടടുത്ത് നിൽക്കുന്ന പൈലറ്റിന്റെ കയ്യിലാണ് ആ ഒരു ട്രാൻസ്പോർട്ടർ സ്നെയിലുള്ളത്. അതിലൂടെ ഈ ഒരു വിഷ്വല് ഇപ്പൊ ജനങ്ങളും കാണും. അവർക്കും അത് വിശ്വസിക്കാനായിട്ട് കഴിയില്ല. ദിസ് ഈസ് അൺബിലീവബിൾ. ഇത്ര എളുപ്പത്തില് വൈറ്റ് ബിയർഡ് തകരുമെന്ന് അവര് കരുതുന്നില്ല. ലൂഫി ഒരു സെക്കൻഡ് അതുകൊണ്ട് ഞെട്ടും. അപ്പോഴായിരിക്കും മാർക്കോ അവൻ ഓടി വന്ന് ഇപ്പൊ സ്ക്വാഡിനെ ആഞ്ഞെട്ടിക്കുക. നിനക്കത്ര ധൈര്യം ഉണ്ടെങ്കിൽ നീ ഇത് പപ്പയോട് ചെയ്യും. നിന്നെ അദ്ദേഹത്തിന് അത്ര ഇഷ്ടമല്ലായിരുന്നോ? അതിനവൻ പറയും നിങ്ങളെല്ലാം കാരണമാണ് ഞാനിങ്ങനെ ചെയ്തത്. വൈറ്റ് ബിയർഡിന്റെ നെഞ്ചിലൂടെ ഇപ്പൊ ചോര തുളുമ്പി അവൻ ഒട്ടൂത്തി താഴേക്ക് ഇരിക്കാൻ തുടങ്ങും. മാർക്കോയ്ക്കാണെങ്കിൽ അത് കണ്ട് നെഞ്ച് തകർന്ന് ഇപ്പൊ വൈറ്റ് ബിയർഡിനെ താങ്ങാനായിട്ട് പോവും. വൈറ്റ് ബിയർഡ് പറയും കുഴപ്പമൊന്നുമില്ല, ഞാൻ ഓക്കെയാണ്. അടുത്ത നിമിഷം സ്ക്വാഡ് അവൻ നിലവിളിച്ചു പറയാണ്, ആരും ഈ വെള്ള മീശക്കാരൻ ആള് പറയുന്നത് കേൾക്കരുത്, അവനൊരു ഫ്രോഡാണ്. ആക്ച്വലി നിങ്ങൾക്കൊരു കാര്യം അറിയോ? എയ്സും വൈറ്റ് ബിയർഡും അവർ രണ്ടുപേരും സേഫ് ആയിരിക്കും. ഇവിടെ മരിക്കാൻ പോകുന്നത് നമ്മളാണ്. അതിന്റെ ഒരു സൂചന അതെനിക്ക് പലതവണ കിട്ടിയതാണ്. അവനിപ്പോ വൈറ്റ് ബിയർഡിന് നേരെ തിരിഞ്ഞു നിൽക്കും. ഈ എയ്സ് ഗോൾഡ് റോജറിന്റെ മകനാണെന്നുള്ള കാര്യം നിങ്ങളോട് പറഞ്ഞിട്ടില്ലായിരുന്നല്ലോ. ഗോൾഡ് റോജർ നിങ്ങളുടെ വലിയൊരു എനിമയല്ലേ എന്ന് പറഞ്ഞ് അവനിപ്പോ അവന്റെ ഒരു ഫ്ലാഷ് ബാക്കിലേക്ക് പോകും. ആക്ച്വലി വൈറ്റ് ബിയർഡ് അദ്ദേഹം ഈ സ്ക്വാഡിനെ കണ്ടെത്തുന്നതിന് മുൻപ് സ്ക്വാഡ് വളരെ ബാഡ് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആയിരുന്നു. ആവശ്യമില്ലാതെ വെറുതെ ഫൈറ്റ് ഇടുക, മറ്റുള്ളവരെ ചീത്ത വിളിക്കുക, വിളിക്കുക, കൊല്ലുക എന്നിങ്ങനെ ഒരുപാട് ബാഡ് ആയിട്ടുള്ള കാര്യങ്ങൾ അവൻ ചെയ്തു കൂട്ടിയിരുന്നു. ഉടനെ കറക്റ്റ് ടൈമിൽ അവിടേക്ക് വൈറ്റ് ബിയർഡ് വരും. അപ്പോഴാണ് ആദ്യമായിട്ട് സ്ക്വാഡ് വൈറ്റ് ബിയർഡിനെ കണ്ടുമുട്ടിയത്. അത്രയും നേരം എല്ലാവരെയും സിമ്പിളായിട്ട് വെല്ലുവിളിച്ചുകൊണ്ടിരുന്ന നമ്മുടെ സ്ക്വാഡ് അവൻ വൈറ്റ് ബിയർഡിനെ കണ്ട ഉടനെ കാൽമുട്ടൊക്കെ കൂട്ടിയിടിച്ച് വരയ്ക്കാൻ തുടങ്ങും. കട്ട് ചെയ്താ ഇപ്പൊ പ്രസന്റിൽ സ്ക്വാഡ് പറയും, അന്ന് ഞാൻ നിന്നെ മീറ്റ് ചെയ്യുമ്പോ നീ ഒറ്റയ്ക്കായിരുന്നു. നിന്റെ കൂടെ ഉണ്ടായിരുന്ന പൈററ്റ്സിനെ എല്ലാം തന്നെ ആ കോൾഡ് റോജർ കൊന്നു തള്ളിയിരുന്നു. അങ്ങനെയുള്ള കോൾഡ് റോജറിന്റെ മകനെ അവനെ എന്തിന് നീ കിങ് ഓഫ് ദ പൈററ്റ് ആക്കണം എന്ന് ആഗ്രഹിക്കുന്നു? നിനക്ക് ആക്ച്വലി കോൾഡ് റോജറിനോട് വലിയ വെറുപ്പുള്ളതല്ലേ? ലൂഫി ആണെങ്കിൽ അത് കേട്ട് ഭയങ്കരമായിട്ട് കൺഫ്യൂസ്ഡ് ആവും. കാരണം ലാസ്റ്റ് ടൈം എയ്സ് ലൂഫിയെ കണ്ടപ്പോ എയ്സ് പറഞ്ഞത് ബിയർഡാണ് ഇപ്പോൾ ഉള്ളതിൽ വെച്ച് ഏറ്റവും സ്ട്രോങ്ങസ്റ്റ് ആയിട്ടുള്ള പൈററ്റ്, അദ്ദേഹത്തിനെ കിങ് ഓഫ് പൈററ്റ് ആക്കി മാറ്റണം എന്നാണ്. ലൂഫി ആണെങ്കിൽ തല പോഞ്ഞ് ആലോചിക്കും. അപ്പൊ അതേസമയം ലോങ് ഷോട്ടില് ആ ടീമാണെങ്കിൽ പൈററ്റ്സുകളെ എല്ലാം തന്നെ തല്ലി കൊന്നുകൊണ്ടേ ഇരിക്കുകയാണ്. നീ ഇപ്പൊ ആക്ച്വലി എയ്സിനെ രക്ഷിക്കാൻ ഇവിടേക്ക് വന്നത് എന്തിനാണെന്ന് എനിക്കറിയാം. എയ്സിന് വേണ്ടി നീ ബലിയാടാക്കാൻ പോകുന്നത് നിന്റെ പൈററ്റ്സുകളെ ഒഴിച്ച് ബാക്കി അവന് വേണ്ടി ഇവിടേക്ക് വന്ന പൈററ്റ്സുകളെ അവരെ ഗവൺമെന്റിന് ബലിയാടുകളായി ഇട്ടുകൊടുത്തിട്ട് നീ എയ്സുമായിട്ട് ഇവിടുന്ന് രക്ഷപ്പെടും. അതല്ലേ നിന്റെ പ്ലാൻ? നീയും സെൻഗോക്കു ആയിട്ടുള്ള ഡീല് അതിതല്ലേ? അപ്പൊ അവിടുന്ന് അങ്ങനെ സൂം ഔട്ട് ചെയ്ത സ്ക്വാഡ് ഫൈറ്റ് ചെയ്യുന്ന സമയത്ത് അക്കൈനോയെ മീറ്റ് ചെയ്ത ആ ഒരു രംഗം കാണിക്കും. ഉടനെ അക്കൈനോ ആണെങ്കിൽ ഈ ഒരു ഡീലിനെ കുറിച്ച് അവന്റെ അടുത്ത് ഡീറ്റെയിൽ ആയിട്ട് പറയും. അതിനുശേഷം സ്ക്വാഡിനെ ബ്രെയിൻ വാഷ് ചെയ്ത് ഇല്ലാത്ത കാര്യം പറഞ്ഞ് അവനെ തെറ്റിദ്ധരിപ്പിക്കും. കട്ട് ചെയ്ത പ്രസന്റില് ഇപ്പൊ സ്ക്വാഡ് ആണെങ്കിൽ ചുറ്റിലും ചൂണ്ടിക്കാണിക്കും, നീ ചുറ്റും നോക്ക്, ആ നേവി ടീംസ് ഒരു റൗണ്ട് ചെയ്ത് പൈററ്റുകളെ ചുട്ട് തള്ളുകയാണ്. അത് കേൾക്കുമ്പോ ഇപ്പൊ ബാക്കിയുള്ള പൈററ്റ്സിനും എന്തൊക്കെയോ ഡൗട്ട് തോന്നും. വൈറ്റ് ബിയർഡ് ആണെങ്കിൽ പ്രത്യേകിച്ച് ഒന്നും പറയാതെ സൈലന്റ് ആയിട്ട് നിൽക്കും. ഉടനെ സ്ക്വാഡ് അവൻ പറയും, നിങ്ങളെ കൊത്താൻ കഴിയുമെന്നോ നശിപ്പിക്കാൻ കഴിയുമെന്നോ എന്നൊന്നും ഞാൻ കരുതിയിട്ടില്ല. പക്ഷെ ഒരു കാര്യം എനിക്കറിയാം, നിങ്ങൾ എന്നെ കൊല്ലുമെന്ന്. ഞാൻ എന്തിനും തയ്യാറായിട്ട് തന്നെയാണ് നിൽക്കുന്നത്. നിങ്ങൾക്ക് എന്നെ നിങ്ങളുടെ ഇഷ്ടം പോലെ കൊന്നു തള്ളാം. അതേസമയം ബാക്കി പൈററ്റ്സ് ആണെങ്കിൽ അങ്ങനെ ഫ്രീസ് ആയിട്ട് നിൽക്കുകയാണ്. അവരെ കൊണ്ടാണെങ്കിൽ ഓടാനും കഴിയുന്നില്ല, തിരികെ അറ്റാക്ക് ചെയ്യാനും കഴിയുന്നില്ല. അവരെവിടേക്കൊക്കെ ഓടിയാലും ആ കൂമാ കൂട്ടം അവറ്റകള് അവരെ ഫോളോ ചെയ്ത് അറ്റാക്ക് ചെയ്യാണ്. പൈററ്റ്സ് ആണെങ്കിൽ വീണ്ടും ഇപ്പൊ വൈറ്റ് ബിയർഡിനോട് ചോദിക്കും, സത്യം പറയും, അവൻ പറഞ്ഞതിൽ എന്തെങ്കിലും സത്യമുണ്ടോ? എയ്സിന്റെ ജീവന് വേണ്ടി നിങ്ങൾ ഞങ്ങളുടെ ജീവൻ അത് വിറ്റോ? പക്ഷെ വൈറ്റ് ബിയർഡ് അപ്പോഴും ഒന്നും മിണ്ടാതെ നിശബ്ദനായി തന്നെ നിൽക്കും. മാർക്കോയ്ക്കാണെങ്കിൽ ഇപ്പൊ ടെൻഷനാവും. അവൻ ഓടി വന്ന് സ്ക്വാഡിന്റെ കോളർ പിടിച്ച് വലിച്ച്, നിനക്കത്ര ധൈര്യം ഉണ്ടെങ്കിൽ നീ ഇങ്ങനെ പറയും, അദ്ദേഹം നമ്മുടെ പപ്പയാണ്. ഒരു കാരണവശാലും നമ്മൾ ആരെയും അദ്ദേഹം മരണത്തിലേക്ക് വലിച്ചെറിഞ്ഞ് കൊടുക്കില്ല. അത് കേൾക്കുമ്പോ സ്ക്വാഡിന് അവനിപ്പോ മാർക്കോയോട് സംശയം തോന്നും. നീ ഫസ്റ്റ് ഡിവിഷൻ കമാൻഡർ അല്ലേ? ഉറപ്പായാലും വൈറ്റ് ബിയർഡ് ഈ കാര്യം നിന്നോട് ഡിസ്കസ് ചെയ്തിട്ടുണ്ടാവും. അപ്പോഴായിരിക്കും വൈറ്റ് ബിയർഡ് ആള് പറയാ, എയ്സ് കോൾഡ് ഡി റോജറിന്റെ മകനാണെന്നുള്ള കാര്യം എനിക്ക് മുൻപേ അറിയാം. ഇപ്പൊ നടക്കുന്ന എല്ലാം
നേവിക്കാരുടെ വെറൊരു ഡ്രാമയാണ്. അവര് നമ്മളെ തന്നെ പരസ്പരം തെറ്റിക്കാൻ ശ്രമിച്ചു. അതാണ് ഇപ്പൊ നടക്കുന്നത്. അവരുടെ ആ ഒരു ഡ്രാമയില് നീയാണ് ചെന്ന് പെട്ടതെന്ന് പറയും. ഒരു സെക്കൻഡ് ബഗ്ഗി ആണെങ്കിൽ ഷോക്കാവും. കാരണം ആരും അറിയാൻ പാടില്ലാത്ത ഈ രഹസ്യങ്ങൾ മുഴുവൻ ബഗ്ഗി കറക്റ്റ് ആയിട്ട് ഷൂട്ട് ചെയ്ത് ഇപ്പൊ ലോകത്തെ അറിയിക്കുകയാണ്. ഈ രഹസ്യം ജനങ്ങൾ അറിഞ്ഞ ജനങ്ങൾക്ക് നേവിയിലുള്ള വിശ്വാസം നഷ്ടപ്പെടും. അതുകൊണ്ടാണ് വീഡിയോ കണക്ഷൻസ് മുഴുവൻ ഡിസ്കണക്ട് ചെയ്യാൻ സെൻഗോക്കു പറഞ്ഞത്. സെൻഗോക്കു ആണെങ്കിൽ ഇപ്പൊ അവക്കിജിയെ ബഗ്ഗിക്ക് നേരെ അറ്റാക്ക് ചെയ്യാനായിട്ട് പറഞ്ഞയക്കുകയാണ്. അവക്കിജി ആണെങ്കിൽ ഇപ്പൊ സെക്കൻഡുകൾ കൊണ്ട് നമ്മുടെ ബഗ്ഗി ആൻഡ് ടീമിനെ അങ്ങനെ ഫ്രീസ് ചെയ്ത് കളയാണ്. അതേസമയം സെൻഗോക്കു അവനാ എൻസൈക്ലിംഗ് വാള് അത് ഓപ്പൺ ചെയ്യാനായിട്ട് വിളിച്ചു പറയും. ഇവിടെ ക്രൊക്കഡൈൽ ആണെങ്കിൽ അതൊരു നല്ല ചാൻസ് ആയിട്ട് എടുക്കും. വൈറ്റ് ബിയർഡ്, നിനക്ക് നാണമില്ലേ? സ്വന്തം പൈററ്റ്സിനെ തന്നെ എയ്സിന് വേണ്ടി വിൽക്കാനായിട്ട്. നിന്നെ കുറിച്ച് ഞാൻ ഇത്രയും കരുതിയില്ല എന്നൊക്കെ പറഞ്ഞ് ഇപ്പോ മറ്റുള്ളവരുടെ മുമ്പിൽ വൈറ്റ് ബിയർഡിനെ ബാഡാക്കി ചിത്രീകരിക്കും. മറ്റൊരു ഭാഗത്ത് മാർക്കോയ്ക്കാണെങ്കിൽ ഒരു കാര്യം വിശ്വസിക്കാനായിട്ട് കഴിയില്ല. കാരണം വൈറ്റ് ബിയർഡിനെ അത്ര എളുപ്പത്തിൽ ആർക്കും അറ്റാക്ക് ചെയ്യാൻ പറ്റില്ല. അതാളുടെ കൂടെയുള്ളവരാണെങ്കിൽ പോലും വൈറ്റ് ബിയർഡ് എല്ലാവരുടെ അറ്റാക്ക് തിരിച്ചറിയുന്ന ആളാണ്. പിന്നെങ്ങനെ ഇത് സംഭവിച്ചു? അടുത്ത നിമിഷം വൈറ്റ് ബിയർഡ് ആളിപ്പോ കൈ രണ്ട് മുകളിലേക്ക് ഉയർത്തും. അതിനുശേഷം ആ സ്ക്വാഡിനോട് ചോദിക്കും, സ്വന്തം അപ്പന്റെ നെഞ്ച് തന്നെ കത്തി കുത്തി ഇറക്കിയല്ലേ? സ്ക്വാഡ്, നീ ഇപ്പോഴും എന്റെ മകൻ തന്നെയാണ്. വിഡ്ഢിയായ എന്റെ മകൻ എന്ന് പറഞ്ഞ് അങ്ങനെ ഹഗ് ചെയ്യും. നീ എന്തൊക്കെ എന്നെ ചെയ്താലും എന്റെ മകനായി നീ എനിക്ക് മകനല്ലാതെ ആവില്ല എന്ന് പറയും. സ്ക്വാഡിനാണെങ്കിൽ അത് വിശ്വസിക്കാൻ കഴിയില്ല. പക്ഷെ സ്ക്വാഡാണെങ്കിൽ അപ്പോഴും അവന്റെ പപ്പയെ തള്ളിപ്പറയും. ഒരിക്കലുമില്ല, നിങ്ങൾ വീണ്ടും എന്നെ പറ്റിക്കാൻ ശ്രമിക്കുകയാണ്. വൈറ്റ് ബിയർഡ് വീണ്ടും ചോദിക്കും, ആരാണ് നിന്നോട് ഇത്രയും വലിയ കള്ളം അത് പറഞ്ഞത്? അതിനവൻ പറയും, മറ്റാരുമല്ല, ആ നേവി ഓഫീസർ അക്കൈനോ. ഉടനെ വീണ്ടും ആ ഫ്ലാഷ് ബാക്ക് കാണിക്കും. ഇതിനെല്ലാം പിന്നില് നിങ്ങളുടെ നേതാവ് ആ വൈറ്റ് ബിയർഡാണ്. അവൻ നിങ്ങളെപ്പോലുള്ള പൈററ്റ്സിനെ ഞങ്ങൾക്ക് വിറ്റ് എയ്സിനെ രക്ഷിക്കാൻ ശ്രമിക്കുകയാണ്. ഞങ്ങളുടെ ഒരേ ഒരു ലക്ഷ്യം അത് വൈറ്റ് ബിയർഡാണ്. നീയെങ്കിലും സത്യം മനസ്സിലാക്കി ഞങ്ങളോടൊപ്പം നിൽക്കുകയാണെങ്കിൽ നിനക്ക് നിന്റെ ജീവൻ അത് തിരികെ കിട്ടും. ഒരു കാരണവശാലും നിന്റെ പപ്പ എന്ന് പറയുന്ന വൈറ്റ് ബിയർഡിനെ നീ വിശ്വസിക്കാൻ പാടില്ല. മാത്രമല്ല, നിനക്കൊരു കാര്യം അറിയോ? ആ എയ്സ് അവൻ കോൾഡ് ഡി റോജറിന്റെ മകനാണ്. ഒരു കാരണവശാലും വൈറ്റ് ബിയർഡും കോൾഡ് ഡി റോജറും തമ്മിൽ പരസ്പരം ചേരില്ല. അപ്പൊ തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കിക്കൂടെ ഇതിൽ എന്തൊക്കെയോ കള്ളത്തരങ്ങൾ നടക്കുന്നുണ്ട് എന്ന്? വൈറ്റ് ബിയർഡ് സത്യത്തില് നിങ്ങളിൽ നിന്ന് പല കാര്യങ്ങളും മറച്ചു വെക്കുന്നുണ്ട്. ആക്ച്വലി വൈറ്റ് ബിയർഡ് അദ്ദേഹം ഓരോ സ്ഥലത്തു നിന്നാണ് ഓരോ മക്കളെയും കണ്ടെത്തിയത്. ആരോടും ഒരു തരത്തിലുള്ള പാർഷ്വാലിറ്റി അദ്ദേഹം കാണിച്ചിട്ടില്ല. ഒരാളുടെ അണ്ടറിൽ അങ്ങനെ ഇതുവരെ അദ്ദേഹം കൺസിഡർ ചെയ്തിട്ടില്ല. എത്ര വലിയ തെറ്റ് ചെയ്താലും എനിക്ക് എന്റെ മക്കള് തന്നെയാണെന്ന് പറയും. അത് കേട്ട് ഇപ്പൊ സ്ക്വാഡിന്റെ ഹൃദയം തകരും. കാരണം ഒരിക്കലും വൈറ്റ് ബിയർഡ് അദ്ദേഹത്തിന്റെ മക്കളെ തള്ളി പറഞ്ഞിട്ടില്ല, അവരെ വെറുത്തിട്ടില്ല, മാറ്റി നിർത്തിയിട്ടില്ല. സ്ക്വാഡിനിപ്പോ കുറ്റബോധം തോന്നും. അവന്റെ കയ്യിൽ നിന്ന് അവന്റെ സ്ക്വാഡ് താഴേക്ക് വീഴും. കണ്ണൊക്കെ പതിയെ കലങ്ങി അവൻ കരയാനായിട്ട് തുടങ്ങുകയാണ്. വൈറ്റ് ബിയർഡ് അങ്ങനെ വമ്പ കലിപ്പില് തല നിവർത്തി നിൽക്കും. ഈ സെൻഗോക്കു അവൻ എന്തൊക്കെ ചെയ്താലും മാറാൻ പോകുന്നില്ല. നിനക്കത്ര ധൈര്യം ഉണ്ടെങ്കിൽ എന്റെ കുട്ടികൾ തന്നെ എന്നിൽ നിന്ന് പിരിക്കാൻ ശ്രമിക്കും ചോദിച്ച് രണ്ട് കൈ നീട്ടി രണ്ട് ഭാഗത്തേക്ക് ആഞ്ഞെട്ടിക്കും. വലിയൊരു പവർ അങ്ങനെ പുറത്തേക്ക് റിലീസ് ആവാണ്. അടുത്ത നിമിഷം തന്നെ ചുറ്റുമുണ്ടായിരുന്ന ഐസുകളെല്ലാം ബ്രേക്കായി ഇപ്പൊ താഴേക്ക് വീഴാൻ തുടങ്ങും. സെൻഗോക്കു ആണെങ്കിൽ അങ്ങനെ ഒരു ട്വിസ്റ്റ് അത് സ്വപ്നത്തിൽ പോലും പ്രതീക്ഷിച്ചില്ല. കാരണം ചുറ്റുമുണ്ടായിരുന്ന ഐസ് എല്ലാം ബ്രേക്കായി ഇപ്പൊ നമ്മുടെ പൈററ്റ്സ് ഫ്രീ ആയിരിക്കുകയാണ്. അവിടെ ഉണ്ടായിരുന്ന നേവി കപ്പലുകളിൽ ഇപ്പൊ സോൾജിയേഴ്സും ഇല്ല. സോ വേണമെങ്കിൽ പൈററ്റ്സിന് ഇപ്പൊ തന്നെ രക്ഷപ്പെടാൻ കഴിയും. വൈറ്റ് ബിയർഡ് തീർത്തു പറയും, നിങ്ങൾ ആരെയും ഒന്നിനു വേണ്ടിയും ഞാൻ നിർബന്ധിക്കില്ല. വേണമെങ്കിൽ നിങ്ങൾക്ക് ഫൈറ്റ് ചെയ്യാം, അല്ലെങ്കിൽ കപ്പലുകളെടുത്ത് ജീവനും കൊണ്ട് രക്ഷപ്പെടാം. സ്ക്വാഡാണെങ്കിൽ പൊട്ടിക്കരയും. അത് കേട്ട് ബാക്കിയുള്ള പൈററ്റ്സ്, പപ്പ ദയവ് ചെയ്ത് ഞങ്ങളോട് ക്ഷമിക്കണം. നിങ്ങളെ ഒരു മിനിറ്റെങ്കിലും അവിശ്വസിച്ചതിന് ഒരു കാരണവശാലും ഇനി ഞങ്ങൾ നിങ്ങളെ അവിശ്വസിക്കില്ല. ഞങ്ങൾക്കറിയാം ഈ നേവിക്കാര് അവര് ചതിയന്മാരാണ്. മുൻപോട്ട് വെച്ച കാല് ഞങ്ങൾ പിന്നോട്ടേക്ക് വെക്കില്ല. വൈറ്റ് ബിയർഡ് അവന്റെ നെഞ്ചിൽ കൈവച്ച് പറയും, എനിക്ക് ഉറപ്പായാലും എയ്സിനെ രക്ഷപ്പെടുത്തണം. ആരൊക്കെ എന്റെ കൂടെ നിൽക്കാൻ ഇഷ്ടപ്പെടുന്നോ അവർക്ക് എന്റെ പിന്നാലെ വരാം. വൈറ്റ് ബിയർഡിന്റെ സ്ട്രോങ് ആയിട്ടുള്ള സംസാരവും ആളുടെ വരവും കാണുമ്പോൾ തന്നെ സെൻഗോക്കു അവനാണെങ്കിൽ വലിയൊരു യുദ്ധം നടക്കാൻ പോവാണെന്ന് ഉറപ്പിക്കും. അവരുടനെ ഇപ്പൊ മിലിറ്ററി സോൾജിയേഴ്സിനോട് യുദ്ധത്തിന് തയ്യാറെടുക്കാൻ പറയും. അപ്പൊ അതേസമയം വൈറ്റ് ബിയർഡ് ആളങ്ങനെ ചാടി വരുന്നതോട് കൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു. എപ്പിസോഡ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അടുത്തൊരു അടിപൊളി എപ്പിസോഡുമായിട്ട് കാണുന്നവരെ ഇറ്റ്സ് മീ വിത്ത് മല്ലു വെബിസോ.